അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയുള്ള ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട പ്രാഥമികമായ പൊതുവായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ സംസാരിച്ചത്. 15ഓളം ചോദ്യങ്ങളും അതിനുത്തരങ്ങളുമാണ് പറഞ്ഞത്. ഇനി അടുത്ത അധ്യായമായി മുസന്നിഫ് ഹഫിളഹുല്ലാ കൊണ്ടുവരുന്നത് ഇസ്തിഅദാദൻ ലിസ്സഫർ, യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, അതായത് 16ാമത്തെ ചോദ്യം, മാദാ യജിബു അലൽ ഹാജി ഖബ്ല സഫർ, യാത്രക്ക് മുമ്പ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജ് ഉദ്ദേശിച്ച് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമായ കാര്യം എന്താണെന്നതാണ്. അതിനുത്തരം ഷേഖ് അവറുകൾ പറയുന്നത് ഇങ്ങനെയാണ്: യജിബു അലൽ ഹാജി ഖബ്ല സഫരി അൻ യഖ്താറ അർറഫഖത സ്വാലിഹ, യാത്രക്ക് മുമ്പ് നിർബന്ധമായും ഹാജി ചെയ്യേണ്ട ഒരു കാര്യം സ്വാലിഹായ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഹജ്ജിനു വേണ്ടി യാത്ര ചെയ്യുമ്പോൾ കൂടെയുണ്ടാകേണ്ടത് സദ്വൃത്തരായ ആളുകളായിരിക്കണം. കാരണം എന്താണ്? വദാലിക ലിഅന്ന സഫറ ഖിത്അത്തുൻ മിനൽ അദാബ്. ഇമാം മാലിക് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാത്ര എന്നത് ശിക്ഷയുടെ ഒരു ഭാഗമാണെന്നതാണ്. യാത്രയിൽ സ്വാഭാവികമായും പല പല പരീക്ഷണങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകുന്ന നല്ല ആളുകളായിരിക്കണം. ഫയഹ്താജു ഇലൈഹിം, അതുകൊണ്ട് നല്ല കൂട്ടുകാരിലേക്ക് ഇവൻ ആവശ്യക്കാരനായി വരും. കാരണം വലി അന്ന റഫഖത സ്വാലിഹ തുഈനുഹു ഇദാ തദക്കർ, നല്ല കൂട്ടുകാർ കൂടെയുണ്ട് എങ്കിൽ നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമയത്ത് അവർ നമ്മെ സഹായിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാകും എന്താണ് ചെയ്യേണ്ടത് എന്ന്, അതിൽ നമ്മെ അവർ സഹായിക്കും. വതുദക്കിറുഹു ഇദാ നസിയ, ഇനി ഏതെങ്കിലും കാര്യം മറന്നുപോയാലോ അവർ നമ്മെ ഉണർത്തുകയും ചെയ്യും. വതഅഖുദു ബിയദിഹി ഇദാ ഗഫൽ, എന്തെങ്കിലും ഒരു അശ്രദ്ധ നിനക്ക് ബാധിക്കുകയാണെങ്കിൽ അവർ നിന്റെ കൈ പിടിക്കും. അതേപോലെ വതുഅമ്മിലുഹു ഇദാ കസൽ, എന്തെങ്കിലും മടിയോ അലസതയോ മറ്റോ വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യും? നമ്മെ അവർ ഓർമ്മപ്പെടുത്തും, നമ്മളെ ഉണർത്തും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നല്ല കൂട്ടുകാർ കൂടെ ഉണ്ടാകണം എന്നതാണ്. ഒമിൻ അലാമാത്തി റഫഖത്തി സ്വാലിഹ, എന്താണ് നല്ല സദ്വൃത്തരായ കൂട്ടുകാരുടെ അലാമാത്തുകൾ, അടയാളങ്ങൾ? അതിൽപ്പെട്ടതാണ് വുജൂദ് ഉലമ, ആ സംഘത്തിൽ ദീൻ പഠിച്ചിരിക്കുന്നതായ ഉലമാക്കൾ ഉണ്ടാവുക. മശായിഖ്, ദീൻ പഠിപ്പിക്കുന്ന ഷേഖുമാരുണ്ടാവുക. അതല്ല എങ്കിൽ വതലബത്തു ഇൽമിൻ, ഇൽമു പഠിക്കുന്നതായ വിദ്യാർത്ഥികൾ ഉണ്ടാവുക. വമുർഷിദീന യൂഹഖു ബിഹിം, സത്യസന്ധരായ വിശ്വസിക്കാൻ കൊള്ളാവുന്നതായ മുർഷിദീങ്ങൾ, വഴി കാണിക്കുന്ന ആളുകൾ, ഗൈഡുകൾ ഉണ്ടാവുക. യഅരിഫൂന ബിൽ ഇൽമി വൽ ഹിൽം യുഅറഫൂന ബിൽ ഇൽമി വൽ ഹിൽം, അവർ ഇൽമു കൊണ്ടും വിവേകം കൊണ്ടും അറിയപ്പെട്ട ആളുകളായിരിക്കണം. അങ്ങനെയുള്ള നല്ല ആളുകൾ കൂടെ ഉണ്ടാകണം. ഹത്താ തകൂന റഫഖ റഫഖത ഖൈരിൻ വഇൽമിൻ വഇർഷാദിൻ വതൗജീഹിൻ, അങ്ങനെയാണ് എങ്കിൽ ഈ കൂടെയുള്ളതായ ആളുകൾ, കൂട്ടുകാർ, അവർ നല്ല കൂട്ടുകാരായിരിക്കും. ഇൽമുള്ള, നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന, നല്ല വീക്ഷണങ്ങൾ പങ്കുവെക്കുന്നതായ നല്ല ഒരു കൂട്ടുകാർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടുകാർ ഹജ്ജിന് പോകുമ്പോൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല ആളുകളും വഴികേട്ടിലകപ്പെട്ടു പോകും. കാരണം കൂടെയുള്ളവർ പല പല വലാലാത്തുകളുള്ള ആളുകളായിരിക്കും. ശിർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ഉണ്ടാകാം, ബിദ്അത്തിന്റെ ആളുകൾ ഉണ്ടാകാം. അവർ ഒരാൾ ബിദ്അത്തും ശിർക്കും കുഫ്റെല്ലാം വെടിഞ്ഞ ആളുകളാണെങ്കിൽ പോലും ഇവരുടെ കൂടെയാണെങ്കിൽ പലപ്പോഴും ചെയ്യും അതിൽ പെട്ടുപോകുന്ന അവസ്ഥകൾ വരെയും സംഭവിച്ചു പോയേക്കാം. അതുകൊണ്ട് നല്ല കൂട്ടുകാർ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. 17ാമത്തെ കാര്യം, ബിഅയ്യി ഷൈഇൻ യതസവ്വദുൽ ഹാജ്, ഒരു ഹാജി ഏത് കാര്യം കൊണ്ടാണ് ഹജ്ജിന്റെ പാഥേയങ്ങൾ, യാത്രാ വിഭവങ്ങൾ ശേഖരിക്കേണ്ടത്? യതസവ്വദുൽ ഹാജു ബിമാ യഹ്താജു ഇലൈഹി ഫീ സഫരി, അവന്റെ യാത്രയിലേക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം അവൻ യാത്രാ വിഭവമായി ശേഖരിക്കണം. മിൻ സാദിൻ വമതാഇൻ വമാലിൻ, അത് ഭക്ഷണങ്ങളാകാം,
മറ്റുള്ള വിഭവങ്ങളാകാം, സമ്പത്താകാം. എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഹത്താ ലാ യകൂന ആലതൻ അലൽ ആഖിരീൻ, മറ്റുള്ള ആളുകളുടെ മേൽ ഒരു ഭാരമാകാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. വൽ അഹമ്മു മിൻ ഹാദാ കുല്ലിഹി അൻ യതസവ്വദ ബിത്തഖ്വ, ഇതിനേക്കാളെല്ലാം പണം വേണം, അതേപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങൾ വേണം. അതിനേക്കാളെല്ലാം ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം തഖ്വ കൊണ്ട് അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല രീതിയിൽ ഒരുങ്ങി തയ്യാറാകേണ്ടതുണ്ട്. തഖ്വയുമായിട്ടായിരിക്കണം അവന്റെ യാത്ര. വഅൻ യംലഅ ഖൽബഹു ബിൽ ഈമാൻ ഖബ്ല സഫർ, യാത്രക്ക് മുമ്പേ ഹൃദയം ഈമാൻ കൊണ്ട് നിറയ്ക്കേണ്ടതുണ്ട്. ഇഅദാദൻ ലിഅദാഇ ഹാദൽ മൻസക് വഹുവ ഫി അഹ്സനി അഹ്വാലി, എന്തിനാണത്? ഈ വളരെ മഹത്തായ ഈ കർമ്മത്തെ, ഹജ്ജിന്റെ കർമ്മം വീട്ടുന്ന സമയത്ത് അവൻ ഏറ്റവും നല്ല അവസ്ഥയിലാകാൻ വേണ്ടിയിട്ട്, ഹജ്ജ് വീട്ടുമ്പോൾ ഈമാനിന്റെ ഏറ്റവും ഉയർന്നതായ അവസ്ഥയിലാകാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഹജ്ജിന് പോകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കുകയും തഖ്വ യാർജിച്ചെടുക്കുകയും അങ്ങനെ തഖ്വയുമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? പുറപ്പെടേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിനുള്ള ഈ വഴിപ്പെടൽ അതിനെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഈമാനിന്റെ ഏറ്റവും സുന്ദരമായ ഉടയാടകൾ അണിഞ്ഞുകൊണ്ട്. ഖാല അല്ലാഹു തആല, അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ യാത്രാ വിഭവങ്ങൾ ശേഖരിച്ചു കൊള്ളുക, യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും ഖൈറായത് തഖ്വയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിയുള്ള ആളുകളെ, നിങ്ങൾ എനിക്ക് തഖ്വയുള്ളവരായി സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പോ യാത്രാ വിഭവങ്ങൾ കരുതേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയും ഈമാനും എല്ലാം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. 18ാമത്തെ ചോദ്യം, മാ ഹിയൽ ഉമൂറു ലത്തി തജിബു അലൽ ഹാജ് വൽ മുഅ്തമിരി ഖബ്ല അൽ വുസൂലി ഇലാ മകാനിൻ വസമാനിൽ ഇഹ്റാമി ബിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും ഇഹ്റാം ചെയ്യുന്നതിന്റെ ചില മീഖാത്തുകളുണ്ട്. ഒരു ഹാജി അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവൻ ഇഹ്റാം ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അതിന്റെ സമയത്തേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് അവന്റെ മേൽ നിർബന്ധമായി തീരുന്നത്? അപ്പോ ഹജ്ജിന്റെ ഏറ്റവും പ്രാരംഭം ഇഹ്റാമാണ്. ഇഹ്റാം ചെയ്യുന്നതിന് നിർണയിക്കപ്പെട്ട സ്ഥലങ്ങളുണ്ട്, അതിന്റെ സമയമുണ്ട്. ഇങ്ങനെ ഇതിന്റെ സമയവും സ്ഥലത്തും എത്തിച്ചേരുന്നതിന് മുമ്പ് ഒരു ഹാജിയുടെ മേൽ അല്ലെങ്കിൽ ഉംറ നിർവഹിക്കാൻ പോകുന്നവന്റെ മേൽ അനിവാര്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് അവൻ ശ്രദ്ധിക്കേണ്ടത്? ഇഹ്റാമിന് തൊട്ട് മുന്നേയായി യജിബു അലൽ ഹാജി വൽ മുഅ്തമിർ, ഷെയ്ഖ് അവറുകൾ പറയുന്നു, ഹാജിക്ക് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നവന് നിർബന്ധമാണ്. ഒന്നാമതായി അൽ മുബാദറതു ഇല തൗബത്തിൻ നസൂഹ് മിൻ ജമീഇ ദുനൂബ്, എല്ലാ പാപങ്ങളിൽ നിന്നും സത്യസന്ധമായി തൗബ ചെയ്യാൻ അതിന് വേഗത കാണിക്കേണ്ടതുണ്ട്. അൽ മുബാദറതു ഇല തൗബ, തൗബയിലേക്ക് ഉളരിയാകണം, വേഗത കാണിക്കണം. ആദ്യം തന്നെ ചെയ്യേണ്ടത് തൗബ ചെയ്യുക എന്നുള്ളതാണ്. പാപങ്ങളിൽ നിന്ന് മുക്തി നേടുക, സത്യസന്ധമായി പാപങ്ങളിൽ നിന്ന് മുക്തി നേടുക. ചെയ്യുന്ന പാപങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം, അതിൽ നിന്നും മാറി നിൽക്കണം. മറ്റുള്ളവരുടെ മേൽ ഏതെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീർക്കണം, അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്ന പാപത്തിൽ നിന്ന് മാറി നിൽക്കണം, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അൻ യഖ്താറ ലിഹജ്ജിഹി വഉംറതിഹി അൽമാൽ അൽഹലാൽ അത്വയ്യിബ്, ത്വയ്യിബായ ശുദ്ധമായ ഹലാലായ സമ്പത്തായിരിക്കണം ഹജ്ജിനും ഉംറക്കും വേണ്ടി അവൻ തെരഞ്ഞെടുക്കേണ്ടത്. അല്ലദീ ലാ ശാഇബത ഫീ, അതിൽ എന്തെങ്കിലും ഹറാമായ അംശങ്ങൾ കടന്നുകൂടാൻ പാടില്ല. ഹറാമില്ലാത്ത ശുദ്ധമായ ഹലാലായ പണം അതിനുവേണ്ടി തെരഞ്ഞെടുക്കുക. മൂന്നാമത്തെ കാര്യം അൻ യകൂന ഹജ്ജുഹു വഉംറതുഹു മബ്നിയൈനി അല സ്ദിഖ് വൽ അമാന, സത്യത്തിന്റെയും സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും മേലായിരിക്കണം ഹജ്ജും ഉംറയും അവൻ പണി കഴിപ്പിക്കേണ്ടത്. കളവ് പറഞ്ഞുകൊണ്ട്, ആരെങ്കിലും പറ്റിച്ചുകൊണ്ട്, ഏതെങ്കിലും രീതിയിൽ അതിക്രമങ്ങൾക്ക് കാണിച്ചുകൊണ്ടാകാൻ പാടില്ല. സത്യസന്ധതയുടെ മേലായിരിക്കണം. കളവ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും വഞ്ചിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്നതായ കാര്യങ്ങളിൽ നിന്ന് അവൻ അകന്നു നിൽക്കേണ്ടതുണ്ട്. സത്യസന്ധമായിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങി തയ്യാറാകേണ്ട, അതിനുള്ള പണം കണ്ടെത്തേണ്ടത്, അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത്. നാലാമത്തേത് അൻ യസൂന ലിസാനഹു അൻ കുല്ലി മാ ഹുവ മുഹറം, നിഷിദ്ധമാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെ തൊട്ടും അവന്റെ നാവിനെ സംരക്ഷിക്കുക എന്നുള്ളതും നിർബന്ധമാണ്.
വയുഅവ്വിദഹു അല ദിക്രിൽ ഹിസ്സ്, അവന്റെ നാവ് കൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ദിക്ർ പറയാൻ അതിനെ ശീലിപ്പിക്കേണ്ടതുണ്ട്, പതിവാക്കേണ്ടതുണ്ട്. ദിക്റുകൾ പറയുന്ന ശീലം അവന്റെ മനസ്സിലുണ്ടാകണം. എത്രത്തോളം അധികമായി നാവ് കൊണ്ട് ഒരാൾക്ക് ദിക്ർ ചെല്ലാൻ സാധിക്കുന്നുവോ അതനുസരിച്ച് അവന്റെ ഹൃദയത്തിൽ ചെയ്യും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഉണ്ടാകും. അപ്പൊ നിരന്തരം നാവിനെ ദിക്ർ ചെല്ലാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അഞ്ചാമത്തേത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഹജ്ജിന്റെ വേളകളിൽ ദിക്റുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്, ഖുർആൻ പാരായണം അധികരിപ്പിക്കേണ്ടതുണ്ട്, നല്ല വാക്കുകൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യുക? അത് ശീലിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം അയ്യതഅല്ലമ അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് പഠിക്കണം. ഫയകൂനുൽ ഹജ്ജു വൽ ഉംറ ലില്ലാഹി ഖാലിസീന ലിവജ്ഹിഹിൽ കരീം. അപ്പൊ ഹജ്ജും ഉംറയും അല്ലാഹുവിന്റെ വജ്ഹിനെ മാത്രം കാംക്ഷിക്കുന്ന ഇഖ്ലാസോട് കൂടിയിട്ടുള്ളതായ ഹജ്ജും ഉംറയുമായി തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫയത്റുകുൽ റിയാഅ വസ്സുംഅ വൽ മുഫാഖറ, ലോകമാന്യതയെ വെടിയണം, പ്രശംസ, ആളുകൾ പ്രശംസിക്കുന്നതിനെ, അതിന്റെ മേൽ പെരുമ നടിക്കുന്നതിനെ അവൻ വെടിയേണ്ടതുണ്ട്. ഇഖ്ലാസ് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതും ശീലിക്കേണ്ട, പരിശീലനം നേടിയെടുക്കേണ്ട കാര്യമാണ്. സലഫുകൾ ആ രീതിയിലായിരുന്നു. ഇഖ്ലാസിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പരിശീലനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? സലഫുകൾ നടത്തിയിട്ടുണ്ട്. ധാരാളം ഇബാദത്ത് ചെയ്യുന്നതിന് പ്രയാസമുണ്ടായിരുന്നില്ല അവർക്ക്. അവർ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഇഖ്ലാസ് നേടിയെടുക്കാനായിരുന്നു എന്ത് ധാരാളം കഷ്ടപ്പെട്ടിരുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഹജ്ജിന്റെ വേളയിൽ പ്രത്യേകം പറയുമായിരുന്നു, അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ലബ്ബൈക ഉംറ ലാ റിയാഅ ഫീഹാ വലാ സുംഅ. ഹജ്ജിന് ഇഹ്റാം കെട്ടുന്ന വേളയിൽ പറയുന്ന വാക്യമാണത്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയത് ഹജ്ജ് ഉംറ നിർവഹിക്കുകയാണ്, ഇതിൽ ലോകമാന്യതയില്ല, ആളുകളെ കേൾപ്പിക്കുക എന്നുള്ളതില്ല, പ്രശംസയ്ക്ക് വേണ്ടിയിട്ടല്ല എന്ന് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുമായിരുന്നു. അപ്പൊ ഇഖ്ലാസ് വളരെ പ്രാധാന്യമാണ് എന്നുള്ളതാണ് ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത്. ആറാമത്തെ കാര്യം അയ്യജ്തഹിദ ഫീ തഅല്ലുമി മാ യുശ്റഉ ലഹു ഫീ ഹജ്ജിഹി വ ഉംറതിഹി മിൻ അമാൽ. ഹജ്ജിലും ഉംറയിലും അനുഷ്ഠിക്കേണ്ടതായ അമലുകളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പരിശ്രമിക്കണം. പലപ്പോഴും തോന്നുന്നത് പോലെ ഹജ്ജ് ചെയ്യുന്ന ആളുകളുണ്ട്, ഉംറ ചെയ്യുന്ന ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഹജ്ജും ഉംറയുടെയും കർമ്മങ്ങൾ വളരെ നിസ്സാരം തന്നെയാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിൽ ധാരാളം അമലുകൾ ചെയ്യുന്നവരുണ്ട്, തെറ്റായ പല കർമ്മങ്ങളും ചെയ്യുന്നവരുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതെന്ന് ഹജ്ജ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അതിന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ നൽകുന്ന ദർസുകൾ കേൾക്കേണ്ടതുണ്ട്, അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ തോന്നുന്നത് പോലെ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്നുള്ളതല്ല, നേരെ മറിച്ച് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടണം. വയസ്അലു അമ്മാ ഉഷ്കില അലൈഹി, അവന്റെ മേൽ എന്തെങ്കിലും ഇഷ്കാലുകൾ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 6 കാര്യങ്ങളാണ് ഇഹ്റാമിന് മുന്നേ ശ്രദ്ധിക്കേണ്ടതായി ശൈഖ് അവറുകൾ പഠിപ്പിക്കുന്നത്. ഇനി 19ാമത്തെ ചോദ്യം, ഹൽ യുംകിനു അൻ തദ്കുറ ബഅദൽ ആദാബി ഐദൻ ഹത്താ നതഖല്ലഖ ബിഹാ ഫീ ഹജ്ജിനാ വ ഉംറതിനാ. ഹജ്ജിന്റെയും ഉംറയുടെയും വേളയിൽ അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം സ്വീകരിക്കേണ്ട ചില സ്വഭാവ ഗുണങ്ങൾ, ചില ആദാബുകൾ, അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനുള്ള മറുപടി പ്രകാരമാണ്, ലിൽ ഹജ്ജി വൽ ഉംറതി ആദാബുൻ അദീമ. ഹജ്ജിനും ഉംറക്കും വലിയ ശ്രേഷ്ഠകരമായ മര്യാദകളുണ്ട്. വ അഖ്ലാഖുൻ ഖവീമ, വളരെ ചൊവ്വായതായ സ്വഭാവ രീതികളുണ്ട്. യഹ്സുനു ബിൽ ഹാജ് വൽ മുഅ്തമിരി അൻ യഖിഫ അലൈഹാ. ഹജ്ജ് ചെയ്യുന്നവനും ഉംറ ചെയ്യുന്നവനും അതിന്റെ മേൽ നിൽക്കുക എന്നുള്ളത് അനിവാര്യമാണ്. വയജ്മലു ബിഹി അൻ യഅഖുദ ബിഹാ, അത് സ്വീകരിക്കൽ കൊണ്ട് അവൻ ഭംഗിയുള്ളവനാകണം. ആ സ്വഭാവങ്ങളാണ് അവൻ എടുത്തണിയേണ്ടത്. ലിയകൂന ഹജ്ജുഹു ഔ ഉംറതുഹു കാമിലൻ മബ്റൂറൻ, എന്നാലാണ് അവന്റെ ഹജ്ജും ഉംറയും സമ്പൂർണവും മബ്റൂറുമായി തീരുകയുള്ളൂ. വസഅയുഹു മഖ്ബൂലൻ മഷ്കൂറ, അവന്റെ സഅയ് സ്വീകരിക്കപ്പെടുന്നതും മഷ്കൂറുമാകണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ അതിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. വമിൻ തിൽക്കൽ ആദാബി വൽ അഖ്ലാഖി മായിലി, അങ്ങനെയുള്ള ചില ആദാബുകളാണ് താഴെ പറയുന്നത്, സ്വഭാവങ്ങളാണ് താഴെ പറയുന്നത്. ഒന്ന് അൽ ഇഹ്തിമാമു ബി ആദാബി സഫർ, യാത്രയുടെ മര്യാദകൾക്ക് അത് പാലിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക. യാത്രയ്ക്ക് ചില മര്യാദകളുണ്ട്, അത് പാലിക്കുക. ശേഷം ചിലത് വിവരിക്കുന്നുണ്ട്.
അൽ ഇഹ്തിമാമു ബി ആദാബിർ റഫഖ, കൂടെയുള്ള യാത്രാ സംഘത്തിലുള്ള ആളുകളോട് പെരുമാറേണ്ട കാര്യങ്ങൾ, അദബുകൾ, അതിന് പ്രാധാന്യം നൽകുക. ആദാബു കുല്ലി മൻസകിൻ അലാ ഹിദ, ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളുമുണ്ട്, ആ ഓരോ കർമ്മങ്ങൾക്കും പാലിക്കേണ്ട ചില അദബുകളുണ്ട്, അതിനെന്ത് ചെയ്യുക, പാലിക്കുക. ഇതുപോലെ അൽ ഇഹ്റാം, ഇഹ്റാമിൽ ചെയ്യേണ്ടത്, ദുഖൂലി ഹറമി മക്ക, മക്കയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ആദാബുകൾ, ആദാബു തവാഫ്, തവാഫിന്റെ മര്യാദകൾ, ആദാബു സഅയി, സഅയിന്റെ, ആദാബുൽ വുഖൂഫ്, അറഫയിൽ നിൽക്കുന്നതിന്റെ മര്യാദകൾ, ആദാബുൽ മബീത്ത്, മിനയിലും മുസ്ദലിഫയിലുമെല്ലാം രാപ്പാർക്കുന്നതിന്റെ മര്യാദകൾ, ആദാബുൽ ഈദ്, പെരുന്നാൾ ദിവസത്തിലുള്ള മര്യാദകൾ, ആദാബുൽ റംയി, ജംറകളിൽ എറിയുന്നതിന്റെ മര്യാദകൾ, ആദാബുൽ ദബ്ഹി, അറവിന്റെ മര്യാദകൾ, ആദാബുൽ ഹൽഖി വത്തഖ്സീർ, തലമുണ്ടനം ചെയ്യുന്നതിന്റെ അതല്ലെങ്കിൽ മുടി ചുരുക്കുന്നതിന്റെ, ആദാബുൽ വദാ, യാത്ര പറയുന്നതിന്റെ, ഇങ്ങനെയുള്ളതായ വ്യത്യസ്തങ്ങളായ ഓരോ കർമ്മത്തിന്റെയും ആദാബുകൾ അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് എന്നതിന് പ്രാധാന്യം കൊടുക്കുക, അത് മനസ്സിലാക്കുക. അമ്മൽ ആദാബുൽ ആമ്മ ലിൽ ഹജ്ജ് വൽ ഉംറതി ഫനദ്കുറു അഹമ്മഹ, എന്നാൽ ഹജ്ജിനും ഉംറയ്ക്കും പൊതുവായിട്ടുള്ള ചില മര്യാദകളുണ്ട്, അത് താഴെ പറയുന്നവകളാണ്. അതിൽ ഒന്നാമത്തേത് അൽ ഇസ്തിഷാറത്തു വൽ ഇസ്തിഖാറ, യാത്രക്ക് മുമ്പ് പരസ്പരം കൂടിയാലോചന നടത്തുക, മുതിർന്ന ആളുകളുമായി അല്ലെങ്കിൽ ഇൽമുള്ള ആളുകളുമായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചൊരു മുഷാവറ ചെയ്യുക, അള്ളാഹുവോട് ഇസ്തിഖാറത്ത് നടത്തുക, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നടത്തുക. രണ്ടാമത്തേത് ഇഖ്ലാസു നിയ്യത്തി ലില്ലാഹി തബാറക വ തആല, നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ഇഖ്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പലപ്പോഴും ഹജ്ജിലും ഉംറയിലും റിയാ വരലുണ്ട്, ആളുകളെ കാണിക്കുക എന്നുള്ളതായ സ്വഭാവം പല രീതിയിലും കടന്നു വരലുണ്ട്. പ്രത്യേകിച്ചും സ്മാർട്ട് ഫോണുകളെല്ലാം വ്യാപകമായപ്പോൾ ഇവിടുന്ന് കയറുന്നതിന് മുമ്പേ തുടങ്ങും ആളുകൾ ഓരോ സന്ദർഭങ്ങളിലും ചിത്രീകരണം, ഫോട്ടോ എടുക്കുക, വീഡിയോകൾ എടുക്കുക, അതിൽ അന്യ സ്ത്രീകളുണ്ടാകും, പലരും ഉണ്ടാകും, എന്നിട്ട് ലോകം മുഴുവനും ചെയ്യുക, അത് കാണിച്ചു കൊടുക്കുക. ഇതൊരു കാരണവശാലും മുസ്ലിമിനെ പറ്റിയ രീതിയല്ല. ഇഖ്ലാസ് നല്ല രീതിയിൽ മുറുകെ പിടിക്കേണ്ടതുണ്ട്, അതിന് നല്ല ക്ഷമയും വേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം അൽ മുബാദറത്തു ഇലാ കിതാബത്തിൽ വസിയ്യ, വസിയ്യത്ത് എഴുതി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഭാര്യമാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക് ഏതെങ്കിലും പ്രധാനപ്പെട്ട സാമ്പത്തികമായതോ അതല്ലാത്തതോ ആയ കാര്യങ്ങളിൽ ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ആദ്യമേ വ്യക്തമായി എഴുതി രേഖപ്പെടുത്തുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തേത് അൽ മുബാദറത്തു ഇല തൗബത്തിൻ നസൂഹ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യസന്ധമായി തൗബ ചെയ്യുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് അത്തഫഖുഹു ഫി അഹ്കാമിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും വിധിവിലക്കുകളെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠിക്കുക. ആറാമത്തേത് അൽ ഹിർസു അലാ ഇസ്തിഹാബിർ റഫഖത്തി ത്വയ്യിബ, നല്ല കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് തൽപരനാവുക. ഏഴാമത്തേത് തൗദിഉൽ അഹ്ലി വൽ ഇഖ്വാൻ, കുടുംബക്കാരോട്, സഹോദരങ്ങളോട് അവരോട് നല്ല രീതിയിൽ യാത്ര പറയുക. ഹജ്ജ് പോകുന്നതിന് മുമ്പ് യാത്ര ദീർഘമായ യാത്രയായതുകൊണ്ട് എന്ത് ചെയ്യുക, അടുത്ത ആളുകളോട് ഒരു യാത്ര പറയുക. ഇഖ്തിയാറു അമീരിൻ ഫി സഫർ, യാത്രയിൽ ഒരു അമീറിനെ നിശ്ചയിക്കുക. ഒൻപതാമത്തേത് ഹുസ്നുൽ ഉശ്റത്തി ലിൽ അസ്ഹാബ്, കൂടെയുള്ള ആളുകളോട് ഏറ്റവും നല്ല രീതിയിൽ, നല്ല വാക്കുകൾ കൊണ്ട്, നല്ല പെരുമാറ്റങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യുക, സന്തോഷിപ്പിക്കുക, നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുക. പത്താമത്തേത് തഖയ്യുറു നഫഖത്തി ത്വയ്യിബ, ഏറ്റവും നല്ല സമ്പത്തായിരിക്കണം അതിനുവേണ്ടി തെരഞ്ഞെടുക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതിനെയല്ലാതെ, ശുദ്ധമായതിനെയല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പോൾ നല്ല ശുദ്ധമായ ഹലാലായ പണമായിരിക്കണം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടത്. 11ാമത്തെ കാര്യം ലുസൂമു സകീന, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹജ്ജിലും ഉംറയിലും മാത്രമല്ല, ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശാന്തത കൈമുതലാക്കുക, മുറുകെ പിടിക്കുക, എടുത്തുചാട്ടമില്ലാതിരിക്കുക, അവിവേകത്തോടെ പെരുമാറാതിരിക്കുക, വളരെ ശാന്തമായി വളരെ എളിമയോട് പെരുമാറാൻ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ എളിമ കാണിക്കുക, റിഫ്ഖ് കാണിക്കുക, മയത്തോട് പെരുമാറുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു ദഫഅ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ അറഫ, അറഫ ദിനം അസ്തമിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നടങ്കം മുസ്ദലിഫയിലേക്കുള്ള യാത്രയാണ്. എല്ലാവരും പോകുന്ന മുസ്ദലിഫയിലേക്കായിരിക്കും. അതുകൊണ്ട് തിരക്കുണ്ടാകുന്ന സമയമാണ്.
മറ്റുള്ള കർമ്മങ്ങളിൽ പലപ്പോഴും പലരും പല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതെല്ലാവരും പോകുന്നത് എവിടേക്കാണ്? മുസ്ദലിഫയിലേക്കാണ്. അതുകൊണ്ട് തന്നെ അറഫ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ യാത്ര ചെയ്യുകയാണ്. അപ്പോ ഫസമിഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ വറഅഹു സജറൻ ശദീദാ വദർബൻ വസൗതൻ ലിൽ-ഇബിൽ. അപ്പോ ശക്തമായ ശബ്ദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അടിയുടെ ശബ്ദങ്ങൾ, ഒട്ടകത്തെ നോവിക്കുന്ന ശബ്ദം, അതിനെ നല്ല വേഗതയിൽ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർപ്പുവിളിയും ശബ്ദവുമല്ല, യാത്ര തിരക്കുണ്ടാക്കുന്നതായ ഒരു രീതിയിലുള്ള ഒരു ധൃതി കാണിക്കലും ശബ്ദവുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഈ സമയത്ത് ഫഅശാറ ബിസൗതിഹി ഇലൈഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചാട്ടവാറ് ചൂണ്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, യാ അയ്യുഹൻ വഖാൽ അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, അലൈക്കും ബിസ്സകീന, നിങ്ങൾ ശാന്തരാവുക, സമാധാനത്തോടെ പോവുക. ഫഇന്നൽ ബിർറ ലൈസ ബിൽ ഈദാ, നന്മ എന്നത് വേഗത കാണിക്കുന്നതിലല്ല, ഓടിപ്പോകുന്നതിലല്ല, ധൃതി കാണിക്കുന്നതിലല്ല നന്മ എന്നുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഉണർത്തി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ വളരെ ശാന്തമായിട്ട് എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ചും സ്ത്രീകളും മറ്റൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ചിലപ്പോ ട്രെയിൻ മാർഗമായിരിക്കും യാത്ര ചെയ്യേണ്ടി വരിക, അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് മിനയിലേക്കുള്ള യാത്രയിൽ. ഇതിലെ നല്ല രീതിയിൽ ശാന്തതയോടെ ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതല്ല എങ്കിൽ പല അപകടങ്ങളും ഉണ്ടാകാം. ഒരാള് ട്രെയിനിലേക്ക് പ്രവേശിച്ചു, ഒരാൾ പുറത്തു നിൽക്കുന്ന സാഹചര്യം വരും. ഇങ്ങനെ ധൃതി പിടിക്കുന്ന ഉണ്ടാകുമ്പോൾ അങ്ങനെ പല പല അപകടങ്ങൾ നമ്മൾ കാണാറുണ്ട് ആ മേഖലകളില്. അതുകൊണ്ട് നല്ല രീതിയിൽ ശാന്തതയോടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി നബി പറഞ്ഞു, ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സൻ, ഏതൊരു കാര്യത്തിലും ഒരു മയം കാണിച്ചാൽ, സമാധാനം കാണിച്ചാൽ അത് ആ കാര്യത്തെ എന്ത് ചെയ്യും? സൗന്ദര്യമുള്ളതാക്കും, അഴകുള്ളതാക്കി തീർക്കും. വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, ഏതൊരു കാര്യത്തിൽ നിന്നാണോ ആ ശാന്തത, ഒരു മയമില്ലാതെ ധൃതി പിടിച്ച് അതല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം കാണിക്കുന്നത്, അത് അതിനെ വികൃതമാക്കി തീർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്ത് കാര്യവും എന്ത് ചെയ്യുക? മയത്തോടെയായിരിക്കണം ചെയ്യേണ്ടത്. 12ാമത്തെ കാര്യം, അൽ ഹിർസു അലാ റാഹത്തിൽ ഹുജ്ജാജ് വൽ മുഅ്തമിരീൻ വൽ ഹദ്റു മിൻ അദിയതിഹിം, ഹാജിമാർ ഉംറ ചെയ്യുന്ന ആളുകളുടെ അവർക്ക് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അവരെ ഉപദ്രവിക്കുന്നതിനെ തൊട്ട് ജാഗ്രതയും പാലിക്കുക. കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സഹായിക്കുക. ധാരാളം ആളുകളുടെ രോഗികളുണ്ടാകാം, വാർദ്ധക്യത്തിലുള്ള ആളുകളുണ്ടാകാം, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അവർക്ക് നമ്മെ കൊണ്ട് പറ്റുന്നതായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നാം ഒരു ഇബാദത്ത് ചെയ്യുന്നു, അത് മഹത്തായ ഇബാദത്താണ്. അതിനോടുകൂടെ തന്നെ നമുക്ക് ധാരാളം കർമ്മങ്ങൾ, സ്വാലിഹായ അമലുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണിത്. ഹജ്ജും ഉംറയും മറ്റുള്ള ധാരാളം ആളുകൾ, അവശരായ ആളുകൾ, അർഹരായ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് കഴിവിന്റെ പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഒന്നും ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാനെങ്കിലും എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 13ാമത്തെ ഹിഫ്ദുൽ ലിസാൻ, നാവിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. നാവ് ഏറ്റവും നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക, മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. ഗദ്ദുൽ ബസർ, കണ്ണ് താഴ്ത്തേണ്ടതുണ്ട്. ഹറാമുകളിലേക്ക് കണ്ണുപോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനുള്ള സാഹചര്യങ്ങളും ചിലപ്പോൾ ധാരാളം കാണും. ക്ഷമയോടെ അതിൽ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. 15ാമത്തേത് ലുസൂമുൻ നിസാഇ അസ്ത്ര വൽ ഇഫാഫ് വൽ അഫാഫ്, സ്ത്രീകൾ മറ സ്വീകരിക്കുക, ചാരിത്രം മുറുകെ പിടിക്കുക. അവർ പെരുമാറേണ്ടവരോട് പെരുമാറുക, സംസാരിക്കേണ്ടവരോട് സംസാരിക്കുക. അതല്ലാതെ ഒരു മറയുമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക? തുറന്നു വെക്കപ്പെട്ടവളായി മാറാതിരിക്കുക. ഇത് ഹജ്ജിന്റെ വേളയിൽ ശരിയായി എന്ത് ചെയ്യേണ്ടതുണ്ട്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇവിടെ ഹിജാബ് പാലിക്കുന്ന സ്ത്രീകൾ വരെയും ഹജ്ജിലും ഉംറയിലേക്കും പ്രവേശിച്ചാൽ പിന്നെ ഹിജാബിന്റെ ആവശ്യമില്ല എന്നാണ് കരുതുന്നത്. ശേഷം വിശദീകരിക്കുന്നുണ്ട് ആ വിഷയം എന്താണെന്ന്. മറക്കേണ്ട സ്ഥലത്ത് മറക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം വിവരിക്കും. 16ാമത്തെ കാര്യം, അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പ്രധാനപ്പെട്ട കാര്യമാണ്. നന്മ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ നന്മ ചെയ്യാൻ എന്ത് ചെയ്യണം? അവനോട് പറയണം. ഒരാൾ തിന്മ ചെയ്യുന്നത് കാണുകയാണ്, അവരതിന് വിലക്കണം. പലപ്പോഴും സംഘമായി ജീവിക്കുമ്പോ ധാരാളം ആളുകൾ പല പല തോന്നിവാസങ്ങൾ കാണിക്കും. വീട് വലിക്കുന്നവരുണ്ടാകാം, മ്യൂസിക്കുകൾ കേൾക്കുന്നവരുണ്ടാകാം. മാപ്പിളപ്പാട്ടാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഹജ്ജിന് വന്നിട്ട് പാട്ട് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ ഇത് ചിലപ്പോ സാധുക്കൾ അറിയില്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ആളുകൾക്ക്. കാരണം ഇവിടെയുള്ള പല പള്ളികളിലും
മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് പള്ളികളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മ്യൂസിക് ഇടുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് വളർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണെന്ന് അവർക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. പല ആളുകളും അവരുടെ നാട് വിട്ടിരിക്കുന്ന സന്ദർഭമാണ്. അവർക്ക് എന്ത് ചെയ്യാം, തൗഹീദ് പറഞ്ഞു കൊടുക്കുക, ആവശ്യമായ രീതിയിൽ സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. 17ാമത്തെ ഇആനത്തുൽ ഹജ്ജാജി വൽ മുഅ്തമിരീൻ, ഹാജിമാരെ ഉംറ ചെയ്യുന്ന ആളുകൾ സഹായിക്കുക. 18ാമത്തെ ഇസ്തിക്താറു മിനൻ നഫഖ, ധാരാളം ചിലവഴിക്കുക, സ്വതക്കകൾ ചെയ്യുക, അതിനുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക. സ്വതക്ക ചെയ്യാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യുക. 19ാമത്തേത് ഇസ്തിശ്ആറു ആദമത്തി സമാനി വൽ മകാൻ ലിഖൗലിഹി തആല, നാം നിലകൊള്ളുന്നതായ സമയത്തിന്റെ ശ്രേഷ്ഠത മനസ്സിൽ കൊണ്ടുവരണം. സ്ഥലത്തിന്റെ ശ്രേഷ്ഠത മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു ആദരിച്ചിരിക്കുന്ന സ്ഥലമാണ്, അള്ളാഹു ആദരിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയങ്ങളാണ് അവിടെ ചെലവഴിക്കുന്നത്. ആരാണോ അള്ളാഹുവിന്റെ ഷിആറുകൾ, അടയാളങ്ങളെ ബഹുമാനിക്കുന്നവൻ, അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ അവിടെയുള്ള സമയങ്ങൾ നല്ല ബോധത്തിലായിരിക്കണം. ഇത് പരിശുദ്ധ ഹറമാണ്, ഹജ്ജിന്റെ മാസങ്ങളാണ് എന്നുള്ള ബോധത്തിലായിരിക്കണം ചെലവഴിക്കേണ്ടത്. 20 ഇഗ്തിനാമുൽ ഔഖാത്ത് ബിൽ ഖുറബി വത്വാആത്ത്, ത്വാആത്തുകളിലും സൽക്കർമ്മങ്ങളിലുമായി കൊണ്ട് സമയങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഇസ്തിഹ്വാറു ഇൻഖിലാഇ അയ്യാമിൽ ഹജ്ജ്, ഹജ്ജിന്റെ ദിനങ്ങൾ ഇതാ കഴിഞ്ഞു പോവുകയാണ് എന്ന ബോധം മനസ്സിലുണ്ടാകണം. 40 ദിവസമോ അല്ലെങ്കിൽ 30 ദിവസമോ 20 ദിവസമോ എല്ലാം അവിടെ ചിലവഴിക്കാൻ കിട്ടുന്ന അവസരമാണ്. ഓരോ ദിവസവും കഴിഞ്ഞു നടക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ആ ദിവസങ്ങൾ കുറഞ്ഞു പോവുകയാണ് എന്നുള്ള ബോധം വേണം. അതുകൊണ്ട് ആ മഹത്തായ ഭൂമിയിൽ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. സമയങ്ങൾ കഴിഞ്ഞു പോകുന്നു എന്നുള്ള ബോധം ഹൃദയത്തിൽ കൊണ്ടുവരിക. 22 അൽ മുഹാഫളത്തു അലാ അദാഇൽ ഫറാഇൽ, നിർബന്ധമായ കാര്യങ്ങൾ നല്ല ചിട്ടയോടെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫർള് നമസ്കാരങ്ങൾ, അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകളെല്ലാം തന്നെ ശരിയായി നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 23 അൽ ബുഅദു അൻ ഇജ്ഹാദിൻ നഫ്സി ഫീമാ ലാ യഅനി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ആളുകൾ എന്ത് ചെയ്യും, ഹജ്ജിന് വേണ്ടി പുറപ്പെടും, അവിടെ ചെന്ന് ഉംറ നിർവഹിക്കുന്നു, അതിനുശേഷം ചിലപ്പോൾ ഹജ്ജിനും ഉംറയ്ക്കും ഇടയിൽ കുറച്ച് സമയമുണ്ടാകാം. ഈ സമയത്ത് ധാരാളം ബിസിനസ്സുകാരെ നിങ്ങളെ സമീപിക്കും. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അവരുടെ കാർഡുകളും മറ്റുമായിട്ട് വരും, പല സ്ഥലങ്ങളിൽ കയറിറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് എന്ന് ശേഷം വരുന്ന ചോദ്യോത്തരങ്ങളിലുണ്ട്. ആവശ്യമില്ലാത്ത പല സ്ഥലങ്ങളിലും ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുക, ഇതെന്തല്ല, ശരിയായ രീതിയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വന്ന ദിനങ്ങൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു വളരെ സൂക്ഷ്മമായി പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയായിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. മറവ് ചെയ്തിരിക്കുന്ന മക്കയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഹജ്ജിന് വന്നിട്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബർ സന്ദർശിച്ചതായ ഒരു റിപ്പോർട്ടും കാണുന്നില്ല. പക്ഷെ പല സ്ഥലങ്ങളിൽ ഇന്നയാളുടെ ഖബർ അവിടെ ഉണ്ട്, ഇന്നയാളുടെ ഖബർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ആളുകൾ ഇങ്ങനെ ചുറ്റിക്കറക്കുക എന്നുള്ളതാണ് പല ആളുകളുടെയും രീതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ളത് ചെയ്യുക, ആവശ്യമില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ശരീരത്തെ ക്ഷീണിപ്പിക്കാതിരിക്കുക. ഹജ്ജിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, പണിയെടുക്കേണ്ടതുണ്ട്. അതിനു മുമ്പേ തന്നെ എന്ത് ചെയ്യും, പല ആളുകളും പല സ്ഥലങ്ങളിലും തെണ്ടിത്തിരിഞ്ഞ് നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവസാനം പല രോഗങ്ങൾ ബാധിക്കും. ഹജ്ജ് നല്ല രീതിയിൽ നിർവഹിക്കാൻ തന്നെ സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടാകും. അതുകൊണ്ട് ശരീരത്തെ ക്ഷീണിപ്പിക്കാതെ, അനാവശ്യമായ കാര്യങ്ങൾക്ക് ശരീരത്തെ ക്ഷീണിപ്പിക്കാതിരിക്കുക, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 24ാമത്തേത് അല്ലാ യകൂന ഹമ്മുൽ ഹാജി വൽ മുഅ്തമരി അൻ യഖ്ളിയ നുസുക, ഹജ്ജിന്റെ കർമ്മം എങ്ങനെയെങ്കിലും വീട്ടിൽ തീർക്കുക എന്നുള്ളതാകാൻ പാടില്ല ഒരു ഹാജിയുടെ മനസ്സിലെ ചിന്ത. പിന്നെയോ വഇന്നമാ ഹമ്മുഹു അൽ ഇഖ്ലാസ് വൽ മുതാബഅ, അവന്റെ മനസ്സിലെ ചിന്ത എങ്ങനെയാണോ ഇഖ്ലാസോടെ ഹജ്ജ് നിർവഹിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് എങ്ങനെയാണോ ഹജ്ജ് നിർവഹിക്കേണ്ടത്, ഇതായിരിക്കണം അവന്റെ ചിന്ത. സുന്നത്ത് അനുസരിച്ച് എന്ത് ചെയ്യുക, ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുക, ഇഖ്ലാസോടെ നിർവഹിക്കാൻ സാധിക്കുക, ഇതായിരിക്കണം അവന്റെ ചിന്ത. എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളതാകാൻ പാടില്ല അവന്റെ ചിന്ത. 24 കാര്യം. ഈ 24 കാര്യങ്ങളാണ് ഹജ്ജിലുടനീളം പാലിക്കേണ്ടതായി പറയുന്ന ചില മര്യാദകൾ. ഇനി 20ാമത്തെ ചോദ്യം, മാ അഹ്സനു തരീഖ ഉഅദ്ദി ബിഹാ അൽ ഹജ്ജ വൽ ഉംറ,
ഹജ്ജും ഉംറയും ഞാൻ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കേണ്ട മാർഗം ഏതാണ്? എങ്ങനെയാണ് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കുക? ശൈഖ് അവർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: അഹ്സനു ത്വരീഖ തുഅദ്ദി ബിഹൽ ഹജ്ജ വൽ ഉംറ. ഏറ്റവും നല്ല വഴി, ആ വഴിയിലൂടെ നിനക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കും. അത് അൻ തതഅക്കദ അന്ന ഹജ്ജക വ ഉംറതക അലൽ വജ്ഹി അല്ലദീ ജാഅ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് നല്ല ഉറപ്പുണ്ടാകണം, നീ ചെയ്യുന്ന ഹജ്ജ് അല്ലെങ്കിൽ ഉംറ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാണ് ഇത് ഞാൻ നിർവഹിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തലാണ്. വബിദാലിക തനാലു ഖബൂല ഇൻദല്ലാഹ്. അത് മുഖേനയാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് സ്വീകാര്യത നേടാൻ സാധിക്കുന്നത്. വതനാലു മഹബ്ബതഹു വറിദ്വാന. അത് മുഖേനയാണ് അല്ലാഹുവിന്റെ സ്നേഹവും അല്ലാഹുവിന്റെ തൃപ്തിയും നിനക്ക് കരഗതമാക്കാൻ സാധിക്കുക. അല്ലാഹു തആല പറയുന്നു: ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നബിയെ അവരോട് പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എന്നെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, എന്നെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ചെയ്യും. അപ്പൊ ഏറ്റവും നല്ല വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാണ് എന്റെ ഹജ്ജ്, എന്റെ ഉംറ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വഖദ് ഹറസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തൗഇയതി ഉമ്മത്തി ഉമൂമൻ. ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല രീതിയിൽ നീണ്ട് ശ്രമിച്ചിട്ടുണ്ട്. ഫീ മസായിലിൽ ഹജ്ജ് ഖുസൂസ. പ്രത്യേകിച്ചും ഹജ്ജിന്റെ മസ്അലകളിൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലിതഅഖുദു മനാസികകും. എന്റെ നിങ്ങളുടെ മൻസക്കുകൾ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പിടിച്ചുകൊള്ളുക. ഖുദു അന്നി മനാസികകും. ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, പഠിച്ചുകൊള്ളുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദി. എന്റെ ഈ ഹജ്ജിന് ശേഷം എനിക്ക് ഇനി ഹജ്ജ് ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക എന്ന് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ നബിയുടെ സുന്നത്ത് അനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. 21ാമത്തെ ചോദ്യം: മത്താ യകൂനുൽ ഹജ്ജു വൽ അമലു സ്വാലിഹു മർദൂദൻ. ഹജ്ജും അതേപോലെ തന്നെ മറ്റുള്ളതായ അമലു സ്വാലിഹാത്തുകളും തള്ളപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, ചിലപ്പോ ധാരാളം സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടാകാം, ധാരാളം ദിവസങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നു, ആരോഗ്യം ചെലവഴിക്കുന്നു. പക്ഷെ ഇങ്ങനെ നിർവഹിക്കുന്നതായ ഹജ്ജ് തള്ളപ്പെടുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. അത് സ്വീകരിക്കപ്പെടുന്നില്ല എങ്കിൽ വെറും ഫലശൂന്യമായി പോവുകയാണ്. എപ്പോഴാണ് അത് തള്ളപ്പെടുക? ഉത്തരം ഇതാണ്: അൽ അമലു സാലിഹു വമിൻഹുൽ ഹജ്ജ്. നന്മകൾ, സാലിഹായ പ്രവർത്തികൾ, അതിൽപ്പെട്ടതാണ് ഹജ്ജും. യകൂനു മർദൂദൻ ഇദാ വഖഅ ഫീഹി ശിർകുൻ. ഷിർക്ക് അതിൽ സംഭവിച്ചാൽ അത് തള്ളപ്പെട്ടു. ഷിർക്ക് സംഭവിച്ചോ അത് ഹജ്ജ് മാത്രമല്ല സകല അമലുകളും തള്ളപ്പെടും. അല്ലാഹു തആല പറഞ്ഞു: ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, താങ്കളിൽ നിന്നാണ് ഷിർക്ക് സംഭവിക്കുന്നതെങ്കിലും താങ്കളുടെ മുഴുവൻ അമലുകളും ചെയ്യും പൊളിഞ്ഞു പോകും. അപ്പൊ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുന്ന, തള്ളിക്കളയപ്പെടുന്ന കാര്യമാണെന്ത്? ഷിർക്ക് സംഭവിക്കുന്നത്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. അള്ളാഹു അല്ലാത്തവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സദസ്സുകൾ ഉണ്ടാകാം. അവിടെ ഹോട്ടലുകളിലും റൂമുകളിലും രഹസ്യമായി എന്ത് ചെയ്യും? പല ആളുകളും പല രീതികളിലുള്ള മൗലിദുകളും റാത്തിബുകളും പല രീതികളിലുള്ള ഇടപാടുകൾ നടത്തും ഹജ്ജിന് പോയിട്ട്. ഇതിലെല്ലാം ഷിർക്കിന്റെ വരികൾ വരെയും കാണാം, കുഫറിന്റെ വരികൾ കാണാം. ഇത് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വയകൂനു മർദൂദൻ ഇദാ വഖഅൽ അമലു അലാ ഖിലാഫി സുന്ന. സുന്നത്തിന് വിരുദ്ധമായിട്ടാണ് സംഭവിക്കുന്നത് എങ്കിലും എന്ത് ചെയ്യും? തള്ളപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ. ആരെങ്കിലും ദീനിൽ ഒരു കർമ്മം ചെയ്യുന്നു, ഒരു ഇബാദത്ത് നിർവഹിക്കുന്നു, നമ്മുടെ കൽപ്പന ആ വിഷയത്തിൽ വന്നിട്ടില്ല, എന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഒന്ന് നിർമ്മിച്ചുണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. 22ാമത്തെ ചോദ്യം: മാ ഹുവ ദുആഉസ് സഫർ. യാത്രയുടെ പ്രാർത്ഥന ഏതാണ് എന്നതാണ്. ദുആഉസ് സഫരി ഹുവ മാ ജാഅ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. യാത്രയുടെ പ്രാർത്ഥന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണത്? അവിടുന്ന് പറഞ്ഞു: ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദസ്തവ അലാ ബഈരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനപ്പുറത്തേറി കഴിഞ്ഞാൽ, കയറിയാൽ, ഖാരിജൻ ഇലാ സഫരിൻ,
എന്തിനു വേണ്ടിയിട്ട്? യാത്രക്ക് വേണ്ടി പുറപ്പെട്ട് വാഹനത്തിൽ കയറിയാൽ കബ്ബറ സലാസൻ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 3 പ്രാവശ്യം പറയും. അല്ലാഹു നീയാണ് ഏറ്റവും മഹോന്നതൻ. ثم قال എന്നിട്ട് പറയും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറയും. അല്ലാഹു എത്ര പരിശുദ്ധനാണ്, അവനാണ് ഈ വാഹനത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നത്, നാം അതിന് കഴിവുള്ളവരായിരുന്നില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. വേറെയും പ്രാർത്ഥനകൾ കാണാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ, അല്ലാഹു ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അൽ ബിർറ വത്തഖ്വ, നന്മയും തഖ്വയും, വമിനൽ അമലി മാ തർദാ, അമലുകളിൽ നിന്ന് നീ തൃപ്തിപ്പെടുന്നത് മാത്രം ചെയ്യാനുള്ള തൗഫീഖ്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനുള്ള തൗഫീഖ് യാത്രയിൽ നിന്നോട് ചോദിക്കുകയാണ്. യാത്രയിലുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രാധാന്യം കൊടുത്തതാണത്. യാത്രാവേളയിൽ പലതും സംഭവിക്കാം. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ കരങ്ങളിലാണ് കാര്യങ്ങൾ. അള്ളാഹുവിനോട് കൃത്യമായി ചോദിക്കുകയാണ്. എത്രയോ സുന്ദരമായ ഹദീസുകളാണ്. അള്ളാഹു നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം, തൃപ്തിയുള്ളത് മാത്രം ചെയ്യാനുള്ള തൗഫീഖ് നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അല്ലാഹുവേ ഞങ്ങളുടെ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ. വതുവി അന്നാ ബുഅദ, ഇതിന്റെ ദൂരം നീ ഞങ്ങൾക്ക് ചുരുട്ടി തരണമേ, ലഘുവാക്കി തരണമേ. അല്ലാഹുമ്മ അന്ത സ്വാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ യാത്രയിലെ ഞങ്ങളുടെ കൂട്ടാളി നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഖലീഫ നീയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, അല്ലാഹു യാത്രയിൽ ഉണ്ടാകുന്ന ഷിദ്ദത്തുകൾ, കഠിനമായ പ്രയാസങ്ങൾ, അതിനെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. വകആബത്തിൽ മൻദർ, യാത്രയിൽ ദുഃഖകരമായ ദൃശ്യങ്ങൾ ഉണ്ടാകുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, കുടുംബത്തിലും സമ്പത്തിലുമെല്ലാം മോശപ്പെട്ടതായ തിരിമറികൾ, പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനെ തൊട്ടും നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. വഇദാ റജഅ ഖാലഹുന്ന, മടങ്ങുമ്പോഴും ഇതേ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോഴും ഇതേ പറയും, ഇത് തന്നെ പറയും. വസാദ ഫീഹിന്ന, അതിനോട് കൂടെ അധികരിപ്പിക്കും. എന്താണ് അധികരിപ്പിക്കുന്നത്? ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ, ഞങ്ങൾ ഇതാ മടങ്ങുകയാണ് തൗബ ചെയ്യുന്നവരായിക്കൊണ്ട്, അല്ലാഹുവേ നിന്റെ അടിമകളായിക്കൊണ്ട്, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിക്കൊണ്ട്, ഞങ്ങളുടെ റബ്ബിനെ ഹംദുകൾ അർപ്പിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ ഇതാ മടങ്ങുകയാണ് എന്ന് പറയും. മാത്രമല്ല വകാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജുയൂഷുഹു, നബിയും നബിയുടെ സൈന്യങ്ങളും ഇദാ അലൗ അസ്സനായ കബ്ബറു, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറുമ്പോൾ തക്ബീർ ചൊല്ലും. വിമാനത്തിലാണ് യാത്ര, ഉയരുമ്പോൾ തക്ബീർ ചൊല്ലുക. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കയറുമ്പോൾ അല്ലാഹു അക്ബർ പറയുക. വഇദാ ഹബതു സബ്ബഹു, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് പറയുമായിരുന്നു. ഇങ്ങനെ യാത്രയിലുള്ള എന്ത് ചെയ്യുക? ദുആകൾ, മര്യാദകൾ പാലിക്കുക. 23ാമത്തെ ചോദ്യം, മല്ലദി യഖൂലുഹുൽ മുസാഫിറു ഇദാ നസല മൻസിലൻ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ എന്താണ് പറയേണ്ടത്? ഇതും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മൾ നാട് വിട്ടു പോവുകയാണ്, അവിടെ പോയി കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യണം? ഒരിടത്ത് താമസമാക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുക. ഏത് സ്ഥലത്തും അത് പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മൾ ഏത് യാത്രയിലും സ്വീകരിക്കേണ്ട കാര്യമാണ്. എവിടെയെങ്കിലും പോയി ഇറങ്ങിയാൽ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? യഖൂലു മാ ജാഅ അൻ ഖൗലത ബിൻതി ഹകീം അസ്സുലമിയ്യ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്. തഖൂൽ, അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, മൻ നസല മൻസിലൻ, ആരെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയാൽ, ثم قال, എന്നിട്ട് പറയുകയാണ്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞാൽ, ലം യദുർറഹു ഷൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലി ദാലിക്, അവിടെ നിന്ന് അവൻ യാത്രയാകുന്നത് വരെയും ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ സകല സൃഷ്ടികളുടെയും ഷർറിൽ നിന്ന് അള്ളാഹുവിന്റെ കലിമാത്തുകൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയാസം അവിടെ ഉണ്ടാവുകയില്ല. അപ്പോ സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, യാത്രാവേളകളിലും മറ്റുമെല്ലാം ധാരാളം പ്രാർത്ഥനകൾ ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ പറയുന്നത് കാണാം. പക്ഷെ ഇതൊന്നും സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടതാവുകയില്ല. ഓരോ ആളുകളും അവരവരുടെ ഇഷ്ടത്തിന് പല പ്രാർത്ഥനകളും എന്ത് ചെയ്യും? പറയുന്നുണ്ടാകാം. സംഘമായി യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും പലതും പഠിപ്പിക്കുന്നുണ്ടാകാം.
സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടതാവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന സുന്നത്തായ പ്രാർത്ഥനകൾ എത്രയോ ഉണ്ട്. അതെന്ത് ചെയ്യുക? പഠിക്കുക, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഇത് അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അടുത്ത അധ്യായം ഇൻദൽ വുസൂലി ഇലാ മകാനിൽ ഇഹ്റാം. ഇഹ്റാം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളാണ്. 24ാമത്തെ ചോദ്യം അതാണ്. മിൻ അയ്ന യുഹരിമു മൻ യുരീദുൽ ഹജ്ജ വൽ ഉംറ. ഹജ്ജിനും ഉംറക്കും ഉദ്ദേശിക്കുന്നവൻ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത് എന്നതാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം അന്നാസു യൻഖസിമുൻ ഇലാ ഖിസ്മൈൻ. ജനങ്ങൾ രണ്ട് വിഭാഗമുണ്ട് ഈ വിഷയത്തിൽ. മിൻഹും മൻ ബൈതുഹു ദാഖിലൽ മവാഖീതിൽ മക്കാനിയ ലിൽ ഇഹ്റാം. ചില ആളുകൾ മീഖാത്തിന് ഉള്ളിൽ താമസിക്കുന്നവരായിരിക്കും. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മസ്ജിദുൽ ഹറാം. ഇതിപ്പോ മസ്ജിദുൽ ഹറാമാണെന്ന് സങ്കല്പിച്ചാൽ ഇതിന് ചുറ്റും ഒരു ബൗണ്ടറി ഉണ്ട്, ഹറമിന്റെ ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ പ്രദേശം ഹറമായിരിക്കും. അതിനും അപ്പുറത്ത് പല കോണുകളിലായിട്ട് എന്തുണ്ട്? മീഖാത്തുകളുണ്ട്. ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, മീഖാത്തുകളുണ്ട്. അപ്പൊ ചില ആളുകൾ ഈ മീഖാത്തുകൾക്കും മസ്ജിദിനും ഇടയിൽ താമസിക്കുന്ന ആളുകളായിരിക്കാം. അതിന് പുറത്തുള്ള ആളുകളുണ്ടാകും, അകത്തുള്ള ആളുകളുണ്ടാകും. അതാണ് പറഞ്ഞത്, രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഈ നിശ്ചയിക്കപ്പെട്ട മീഖാത്തുകൾക്ക് ഉള്ളിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും, അതിന് പുറത്ത് താമസിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോ ഫഹാഉലാ യുഹരിമൂന മിൻ ബുയൂതിഹിം ഇദാ കാനൂ ഖാരിജ ഹുദൂദി ഹറമി മക്ക. അങ്ങനെയുള്ള ആളുകൾ ഈ മക്കയുടെ ഹറമിന് പുറത്തുള്ളവരാണ് എങ്കിൽ, മക്കയുടെ ഹറം ഉണ്ട്, അതേപോലെ മീഖാത്തുകളുണ്ട്. മക്കയുടെ ഹറമിന് പുറത്താണ്, എന്തല്ല ഹറമിന്റെ അകത്തല്ല, മക്കയുടെ ഹറമിന് പുറത്താണ് അവർ താമസിക്കുന്നത്. എന്നാൽ മീഖാത്തിന്റെ ഉള്ളിലുമാണ്. എന്നാൽ അവരെന്ത് ചെയ്യണം? അവരുടെ വീടുകളിൽ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. എവിടെയാണോ അവരുടെ വീട് അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇഹ്റാം ചെയ്തിട്ട് വന്നാൽ മതി. അവർ ഹറമിന് പുറത്ത് താമസിക്കുന്നവരാണ് എങ്കിൽ. എന്തിനു വേണ്ടിയിട്ട്? വഇൻ കാനൂ ഫീ ദാഖിലി ഹുദൂദി മക്ക. ഇനി അവരെന്താണ്? ഈ ഹറമിന്റെ അതിർത്തിക്ക് ഉള്ളിൽ താമസിക്കുന്നവരാണ്. ഹറമിന്റെ അതിർത്തിക്ക് ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. പള്ളിയുടെയും ഹറമിന്റെ അതിർത്തിയുടെ ഉള്ളിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം? ഫഇന്നഹും യുഖ്രിജൂന ഇലാ അഖറബിൽ ഹില്ലി കത്തൻഈമി ഫയുഹരിമൂന മിൻഹാ ലിൽ ഉംറ. ഉംറയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? അവർ അടുത്ത ഏറ്റവും ഹറമിന് പുറത്തുള്ള സ്ഥലത്തേക്ക് പോകണം. തൻഈം പോലെ, മസ്ജിദ് ആയിഷ എന്നെല്ലാം അറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്, ജുഹഫ പോലെ. അപ്പോ മസ്ജിദിനും ഈ പറയുന്ന ഹറമിനും ഇടയിലാണ് എങ്കിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? ഹറമിന് പുറത്തു കിടക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് തിരിച്ചു വരണം. എന്നാൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി അമ്മാലിൽ ഹജ്ജ് ഫയുഹരിമൂന മിൻ ബുയൂതിഹിം. ഈ ഹറമിൽ താമസിക്കുന്ന ആളുകൾ അവർക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി എവിടെയും പോകേണ്ടതില്ല. എന്ത് ചെയ്താൽ മതി? അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് ഹജ്ജ് ചെയ്താൽ മതി. അപ്പോ ഈ പറയുന്ന രീതിയിൽ മീഖാത്തിന്റെ ഉള്ളിലുള്ള ആളുകളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. മീഖാത്തിന്റെ ഉള്ളിലുള്ളവർ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ഒന്നെന്താണ്? ഈ ഹറമിന്റെ പുറത്തുള്ളവരുണ്ടാകും, അകത്തുള്ളവരുണ്ടാകും. പുറത്തുള്ളവരാണ് എങ്കിൽ അവർ ഹജ്ജിനും ഉംറക്കും അവരുടെ വീടുകളിൽ നിന്ന് ചെയ്താൽ മതി, ഇഹ്റാം ചെയ്ത് വന്നാൽ മതി. ഹറമിന് ഉള്ളിൽ താമസിക്കുന്നവരാണെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി അവർ ഹറമിന് പുറത്തു കിടക്കണം, മസ്ജിദ് ആയിഷ പോലുള്ള സ്ഥലങ്ങളിൽ. എന്നിട്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്തിട്ട് എന്ത് ചെയ്യണം? തിരികെ വരണം. ഹജ്ജിനാണ് എങ്കിൽ അവർ എവിടെ നിന്നും എന്ത് ചെയ്യാം? ഹജ്ജിന് ചെയ്തിട്ട് ഇഹ്റാം ചെയ്ത് അവർക്ക് ഹജ്ജ് ചെയ്യാം. ഇതാണ്. എന്നാൽ അമ്മാമൻ ബൈതുഹു ഖാരിജൽ മവാഖീതിൽ മക്കാനിയ. എന്നാൽ ഈ നിശ്ചയിക്കപ്പെട്ട മീഖാത്തുകളുണ്ട്, അത് ഹറമിന്റെ ബൗണ്ടറികൾക്ക് അപ്പുറത്താണ്. അതിനും പുറത്തുള്ള ആളുകളാണ് ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ വരുന്നത് എങ്കിൽ ഫഇന്നഹു ലാ യജൂസു ലഹു അൻ യതജാവസൽ മവാഖീത ഇല്ലാ ബിഇഹ്റാം സവാഉൻ ലിൽ ഹജ്ജ് അവൽ ഉംറ. അവർ ഈ മീഖാത്തുകൾ വിട്ട് ഇങ്ങോട്ട് കടക്കണമെങ്കിൽ ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചാണോ വരുന്നത് എങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്തിരിക്കണം? മീഖാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാവൂ? ബോർഡർ വിട്ട് അകത്തേക്ക് കടക്കാവൂ. ഇത് നിർബന്ധമാണ്, ഹജ്ജിന്റെ വാജിബുകളിൽ പെട്ടതാണ് അത്. അപ്പോ മീഖാത്തുകൾക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോ മീഖാത്തിന് പുറത്തുള്ളവരാണ്, ഹജ്ജിനോ ഉംറക്കോ ഉദ്ദേശിച്ചാണ് മക്കയിലേക്ക് പോകുന്നത് എങ്കിൽ മീഖാത്തിൽ വച്ച് ഇഹ്റാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാവൂ?
പ്രവേശിക്കാവൂ. വളരെ പ്രധാനപ്പെട്ട ചില ഉലമാക്കൾ പറയുന്നത് ഒരാൾ ഹജ്ജിനോ ഉംറക്കോ ഉദ്ദേശിച്ചല്ല പോകുന്നത്, എന്നാൽ പോലും ഇഹ്റാം ചെയ്തു പോകൽ നിർബന്ധമാണ് എന്നൊരു പ്രബലമായ പക്ഷവുമുണ്ട്. അതുകൊണ്ട് ഇഹ്റാം ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ? അകത്തേക്ക് പോകാവൂ എന്നുള്ളതാണ്. ഇനി ഏതാണ് മീഖാത്തുകൾ? മാ ഹിയൽ ഹുദൂദുൽ മക്കാനിയ്യ അൽ മവാഖീതു ലിൽ ഇഹ്റാം. മീഖാത്ത് രണ്ട് രീതിയിലാണ്. സ്ഥലവുമായി ബന്ധപ്പെട്ട മീഖാത്തുണ്ട്, സമയവുമായി ബന്ധപ്പെട്ടതുണ്ട്. ഹജ്ജ് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലങ്ങൾ, അതേപോലെ ഹജ്ജിന് ഉംറക്കും ഇഹ്റാം ചെയ്യേണ്ട സമയങ്ങൾ, ഇങ്ങനെ രണ്ട് മീഖാത്തുകളാണ്. സമയവുമായി ബന്ധപ്പെട്ടത്, കാലവുമായി ബന്ധപ്പെട്ടത്, സ്ഥലവുമായി ബന്ധപ്പെട്ടത്. അത് അൽ മവാഖീതു അൽ മക്കാനിയ്യ, സ്ഥലവുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാമാണെന്നാണ് 25ാമത്തെ ചോദ്യം. ഇത് നിശ്ചയിക്കപ്പെട്ട അൽ ഹുദൂദുൽ മക്കാനിയ അൽ മുഹദ്ദദ ശർഅൻ ലിമൻ അറാദ അൽ ഇഹ്റാം ബിഹൈഥു ലാ യജൂസു ലിമുരീദിൽ ഹജ്ജ് വൽ ഉംറത്തി അൻ യതജാവസഹാ ഇല്ലാ ബിൽ ഇഹ്റാമി വതുസമ്മ അൽ മവാഖീതുൽ മക്കാനിയ. അതായത് ഹജ്ജിനോ ഉംറക്കോ ഉദ്ദേശിച്ച ആളുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ചില പ്രത്യേക സ്ഥലങ്ങളാണിത്. അതിലൂടെ അല്ലാതെ ഹജ്ജിനോ ഉംറക്കോ ഉദ്ദേശിക്കുന്നവൻ എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ഇഹ്റാം ചെയ്തിട്ടില്ലാതെ കടക്കാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കാണ് ഇത് പറയുന്നത് മീഖാത്തുൽ മക്കാനിയ എന്ന് പറയുന്നത്. ഇത് 5 സ്ഥലങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ദുൽ ഹുലൈഫ എന്നതാണ്. മദീന നിവാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാം ചെയ്തിരിക്കുന്ന സ്ഥലമാണത്. അബിയാർ അലി എന്നാണ് ഇപ്പോ അത് അറിയപ്പെടുന്നത്. മദീനയുടെ ആളുകൾക്കും ആ ഭാഗത്തൂടെ വരുന്ന ആളുകൾക്കും വമൻ യഅതി മിൻ നാഹിയതിഹിം മിനശ് ശമാലി ശർഖി, വടക്ക് കിഴക്ക് ഭാഗത്തുകൂടെ കഅബയിലേക്ക് വരുന്ന അവിടെയുള്ള ആളുകൾ, ആ പ്രദേശത്തൂടെ വരുന്ന ആളുകൾക്കുള്ളതാണ് എന്ത്? ദുൽ ഹുലൈഫ. അതാണ് ഏറ്റവും കഅബയിൽ നിന്ന് അകലമുള്ളതായ മീഖാത്ത്. അതാണ്. അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ്? അവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് കഅബയിലേക്ക് വരുമ്പോൾ കൂടുതൽ എന്താണ് മീഖാത്ത് ഇഹ്റാമിലായിട്ട് നിലകൊള്ളാം. അതിന്റെ പ്രതിഫലം കുറച്ച് കൂടുതലാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമെല്ലാം ഹജ്ജത്തുൽ വദായിൽ ചെയ്തതെന്നാണ് ഈ പറയുന്ന ദുൽ ഹുലൈഫയിൽ നിന്നാണ്. രണ്ടാമത്തെ അൽ ജുഹ്ഫയാണ്. അത് ഷാമിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കഅബയുടെ വടക്കു ഭാഗത്തുള്ളതായ വമൻ യഅതി മിനൽ ഗർബി മിൻ അഹ്ലിൽ ഇസ്ലാം, അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതായ മുസ്ലിം മിസ്ർ, മഗ്രിബ് പോലുള്ള ഈജിപ്ത്, മൊറോക്കോ പോലുള്ള ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും ഈ പറയുന്ന അൽ ജുഹ്ഫയാണ്. ഖർനുൽ മനാസിലാണ് മൂന്നാമത്തേത്. സൈലുൽ കബീർ എന്നറിയപ്പെടും. അഹ്ലു നജ്ദിനുള്ളതാണത്. അതേപോലെ തന്നെ വമൻ യഅതി മിന ശർഖിൽ ജനൂബി, കിഴക്ക് തെക്കായിട്ടുള്ളതായ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കുമുള്ളതാണത്. നാലാമത്തെ യലംലമാണ്. ആ സാദിയ എന്നറിയപ്പെടും. അതിനെ യമൻകാർക്ക് വേണ്ടിയിട്ടുള്ളതാണത്. അതേപോലെ തന്നെ വമൻ യഅതി മിനൽ ജനൂബ്, തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മറ്റുള്ളവർക്കും വേണ്ടി. ഹിന്ദിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്കും ഈ പറയുന്ന യലംലമാണ്. പക്ഷെ വിമാനത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൂടെയല്ല സാധാരണ രീതിയിൽ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. യാത്ര മറ്റുള്ള വഴിയാത്രയിലും മറ്റും പോകുമ്പോൾ ആ ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടത്. പിന്നെ അഞ്ചാമത് ദാത്തു ഇർക്കാണ്. ഇത് അഹ്ലുൽ ഇറാഖ്, ഇറാഖിലുള്ളതായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന മറ്റുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ്. ഇപ്പോ ഈ പറയുന്ന ദാത്തു ഇർക്ക് എന്ന് പറയുന്ന സഞ്ചാരയോഗ്യമായ വഴിയിലല്ല നിലകൊള്ളുന്നത്. അപ്പൊ ഇതാണ് 5 മീഖാത്തുകൾ. ഇവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യേണ്ടത്. വഹാദിഹിൽ മവാഖിത്തു ലഹും വലിമൻ യഅതി അലൈഹ, ഇത് ആ പ്രദേശത്തിലുള്ളവർക്കും ആ ഭാഗത്തുകൂടെ വരുന്ന ആളുകൾക്കുമുള്ളതാണ്. വമൻ ലൈസ ത്വരീഖുഹു അലാ അഹദി ഹാദിഹിൽ മവാഖീതി, ഇനി ഈ പറയുന്ന ഏതെങ്കിലും മീഖാത്തുകളിലല്ല ഒരാളുടെ താമസം. കാഹിലിൽ ബറാരി, ഏതെങ്കിലും മരുഭൂമികളിൽ, വഹലിൽ ബവാഖിർ വത്തായിർ, അതല്ലെങ്കിൽ കടൽ മാർഗം വരുന്നു, വിമാനമാർഗം വരുന്നു. ഫഇന്നഹും യുഹരിമൂന ബിഇസാഇ അഖറബി മീഖാതി യമറൂന അലൈഹി, അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോ ഈ പറയുന്ന മീഖാത്തുകളോട് നേരെയായി വരുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഏതാണോ അവിടെ നിന്ന് അവരെന്ത് ചെയ്യണം? ഇഹ്റാമിൽ പ്രവേശിക്കണം. ഫമൻ മറ അലാ ഹാദിഹിൽ മവാഖീതി ഔ ഹാദഹ, അപ്പോൾ ഈ മീഖാത്തുകളിലൂടെ ഒരാൾ വരികയാണ്, അല്ലെങ്കിൽ അതിനോട് നേരെയായ സ്ഥലത്തുകൂടി വരികയാണ് എങ്കിൽ ഫഇന്നഹു ലാ യതജാവസു ഇല്ലാ ബി ഇഹ്റാമി, ഇഹ്റാമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? അകത്തേക്ക് കടക്കാൻ പാടില്ല. അത് ചിലപ്പോ കരമാർഗമായിരിക്കാം, അല്ലെങ്കിൽ കടൽ മാർഗമായിരിക്കാം, അല്ലെങ്കിൽ വിമാനമാർഗമായിരിക്കാം. ഹദീസിൽ കാണാം ഹുന്ന ലഹുന്ന വലിമൻ മറ അലൈഹിന്ന മിൻ ഗൈരി അഹ്ലിഹിന്ന ലിമൻ അറാദൽ ഹജ്ജ വൽ ഉംറ. ഈ പറയുന്ന മീഖാത്തുകൾ ആ പ്രദേശത്തുള്ളവർക്കാണ്, അതിലൂടെ കടന്നു വരുന്ന ആളുകൾക്കും അത് തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചു പോവുകയാണ് എന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്യണം. ഇനി ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
പലപ്പോഴും നമ്മൾ വിമാനമാർഗം പോകുമ്പോൾ എവിടെ നിന്നാണ് ഇഹ്റാം ചെയ്യുക? സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനുള്ളതായ ശേഷം വരുന്നുണ്ട്, വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഇഹ്റാമിന്റെ വസ്ത്രമെല്ലാം മാറി പോകുന്നതിനെ കുറിച്ച് വരുന്നുണ്ട്, അവിടെ സംസാരിക്കാം. വിമാനമാർഗം പോകുന്ന ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി ഇതാണ് മീഖാത്തിന് പുറത്തുള്ള ആളുകൾ ചെയ്യുന്നത്. മീഖാത്തിന്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് ചെയ്യാം? അവർ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം. ഹറമിന്റെ പുറത്താണ് എങ്കിൽ, ഹറമിനകത്താണെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? പുറത്തു വരണം. ഹജ്ജിനു വേണ്ടി അവിടെ നിന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഇഹ്റാം ചെയ്യാം എന്നുള്ളതാണ്. ഇനി സമാനിയായ കാലവുമായി ബന്ധപ്പെട്ട മീഖാത്ത് ഏതാണ്? അത് ഉംറയെ സംബന്ധിച്ചിടത്തോളം ഫലിൽ മുസ്ലിം അൻ യുഹരിമ ബിഹാ ഫി അയ്യി വഖത്തിൻ മിൻ ഔഖാത്തിസ് സന, ഒരു വർഷത്തിൽ ഏത് സമയത്തും ഉംറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഇഹ്റാം ചെയ്യാം. അതിന് പ്രത്യേകം കാലവുമായി ബന്ധപ്പെട്ട മീഖാത്തുകളില്ല. ലൈലൻ ഔ നഹാറൻ, രാത്രിയിലോ പകലിലോ എപ്പോ വേണമെങ്കിലും ആകാം. എന്നാൽ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ മാസങ്ങളിലാണ് എന്ത് ചെയ്യാവൂ? ഇഹ്റാം ചെയ്യാവൂ. ഹജ്ജിന്റെ മാസം എന്താണ്? ഹജ്ജിന്റെ മാസം എന്ന് പറഞ്ഞാൽ ഷവ്വാൽ മുതൽ തുടങ്ങുകയാണ്. റമദാനിന് ശേഷം ഷവ്വാൽ 1 മുതൽ ഹജ്ജിന്റെ മാസങ്ങളാണ്. ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, ആദ്യ 10 രാത്രികൾ. ഇതാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം ഹജ്ജിന്റെ മാസങ്ങൾ. ഒരാൾ ഹജ്ജിന് ഉദ്ദേശിച്ചവനാണ്, പക്ഷേ അറഫ കഴിഞ്ഞ് പെരുന്നാളിന്റെ രാത്രിയായിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇഹ്റാം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ വർഷം ചെയ്യാൻ പറ്റൂല, ഇഹ്റാം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അറഫയിൽ നിൽക്കുന്നതിന്റെ അവസാന സമയം എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ പ്രഭാതത്തിൽ ഫജ്ർ സാദിഖ്, സുബഹിന് മുമ്പ് വരെയാണ്. പെരുന്നാള് സുബഹി ആകുന്നതിന് മുമ്പ് എന്ത് ചെയ്തിരിക്കണം? ഒരാൾ അറഫയിൽ നിന്നിരിക്കണം. അങ്ങനെ നിന്നിട്ടില്ല എങ്കിൽ പിന്നെ അവനെന്തില്ല? ഹജ്ജില്ല. അറഫ എന്നുള്ളത് ഹജ്ജിന്റെ റുക്കനാണ്. അപ്പോ അത് സംഭവിക്കാമെങ്കിൽ എന്ത് ചെയ്യണം? ഒരാള് ഇഹ്റാം ചെയ്ത് അറഫയിൽ നിൽക്കണം, ഈ പറയുന്ന 10ന്റെ രാത്രിയിലെങ്കിലും. അതിന് ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തില്ല. അതുകൊണ്ട് ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജിന്റെ ആദ്യ 10 രാത്രികളാണ് ഹജ്ജിന് വേണ്ടിയിട്ടുള്ള ഇഹ്റാമിന്റെ സമാനിയായ മീഖാത്ത്, കാലവുമായി ബന്ധപ്പെട്ട മീഖാത്ത്. ഇനി ഇഹ്റാമിന് ഉദ്ദേശിച്ച ഒരാൾ എന്താണ് പ്രവർത്തിക്കേണ്ടത്? ഒരാൾ മൻ അറാദൽ ഇഹ്റാമ ഫഇന്നഹു അലാ ഹാലൈൻ, ഒരാൾ ഇഹ്റാമിന് ഉദ്ദേശിച്ചാൽ അവൻ രണ്ടാലൊരവസ്ഥയിലായിരിക്കും. ഒന്നുകിൽ അവൻ സമ്പൂർണമായി അവൻ ശുദ്ധിയിലായിരിക്കും, അവന്റെ അനാവശ്യമായ രോമങ്ങളും മറ്റെല്ലാം നീക്കം ചെയ്ത് നല്ല ശുദ്ധിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫയൽബസു മലാബിസുൽ ഇഹ്റാം, അപ്പൊ അവൻ എന്ത് ചെയ്യണം? ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? തുടങ്ങണം. ഇനി ഒരാൾ എന്തായിരിക്കൂല, ചിലപ്പോ സമ്പൂർണമായി ശുദ്ധിയിലായിരിക്കുകയില്ല. അങ്ങനെയാണ് എങ്കിൽ അവൻ കക്ഷരോമങ്ങൾ നീക്കം ചെയ്യണം, ഗുഹ്യരോമങ്ങൾ നീക്കം ചെയ്യണം. നഖങ്ങൾ വെട്ടണം. വയഗ്തസിൽ, കുളിക്കണം. വയതതയ്യബ്, എന്നിട്ട് നല്ല സുഗന്ധങ്ങൾ തേക്കണം. എവിടെയാണ് തേക്കേണ്ടത്? മുടിയിലും ദാടിയിലും ശരീരത്തിലുമാണ് തേക്കേണ്ടത്, വസ്ത്രത്തിൽ തേക്കാൻ പാടില്ല. അതേപോലെ തന്നെ വയൽബസു സൗബൻ ജദീദ, പുതിയ വസ്ത്രം ധരിക്കണം. ഔ നദീഫൻ ഇദാ ലം യജിദ് ജദീദൻ, പുതിയതില്ലെങ്കിൽ ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ. മാദാ യൽബസുൽ മുഹരിമു മിനൻ നിആൽ, ചെരുപ്പിനാൽ എന്താണ് ഒരു ഇഹ്റാമിൽ പ്രവേശിക്കുന്നവൻ ധരിക്കേണ്ടത്? എന്ത് ചെരുപ്പാണ് ധരിക്കേണ്ടത്? യൽബസു മിനൻ നിആലി മാഷാ, ഉദ്ദേശിക്കുന്ന ചെരുപ്പ് ധരിക്കൽ അനുവദനീയമാണ്. ലാകിൻ ലാ യൽബസു മാ യകൂനു മുഗത്തിയൻ ലികുല്ലിൽ ഖദം, കാൽപാദത്തെ പൂർണ്ണമായും മൂടുന്ന രീതിയിലുള്ള ചെരുപ്പുകളാകാൻ പാടില്ല. കൽ ഖുഫി വൽ ഹിദാ, ഖുഫ പോലെ, അതല്ലെങ്കിൽ ഷൂസ് പോലെ ഉള്ളത്. വലഹബഹുമ ഇല്ലാ ഇൻദൽ ഹാജ, എന്നാൽ ഒരാൾ അതിലേക്ക് ആവശ്യക്കാരനായി, എന്നാൽ എന്താണ്? അത് കുഴപ്പമില്ല എന്നുള്ളതാണ്. വഹാദ ഖാസും ബിർറജുൽ, ഇത് പുരുഷന്മാർക്കാണ്. കാൽ പൂർണ്ണമായും മൂടുന്ന ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ്. സ്ത്രീയാണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവളുടെ കാൽപാദത്തെ പൂർണ്ണമായി മറയ്ക്കുന്ന രീതിയിലുള്ളതായ ചെരുപ്പാണ് അവൾ എന്ത് ചെയ്യേണ്ടത്? ധരിക്കേണ്ടത്. മറയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സമയ 8 ഒരു ചോദ്യം. 29ാമത്തെ ചോദ്യം, മാഹിയ മഹ്ദൂറാത്തുൽ ഇഹ്റാം, ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഏതെല്ലാമാണെന്നാണ്. ഇങ്ങനെ ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ്, പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചില കാര്യങ്ങൾ നിഷിദ്ധമാണ്. ഇതെല്ലാമാണ് ആ കാര്യം. മൻ ദഖല ഫിൽ ഇഹ്റാമി ഫഇന്നഹു യഹ്റുമു അലൈഹി മാ യഅതി, ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിഷിദ്ധമാണ്. ഒന്ന്,
ഖസ്സുഷാർ, മുടി മുറിക്കാൻ പാടില്ല പിന്നീട്, അത് നിഷിദ്ധമാണ്. ഔ ഹൽഖുഹു, അല്ലെങ്കിൽ അത് വടിക്കൽ. ഔ നത്ഫുഹു, അല്ലെങ്കിൽ പറിച്ചെടുക്കൽ. വയദ്ഖുലു ഫീ ദാലിക ഖത്ഉൽ ജൽദി വൽ ലഹ്മി മിനൽ ബദൻ, അത് തൊലിയാണ് അല്ലെങ്കിൽ മാംസം തന്നെയാണ് പറിക്കുന്നതെങ്കിലൊക്കെ അതിൽ പെടും. ശരീരത്തിൽ നിന്നൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് തഖ്ലീമുൽ അവാഫിർ, നഖം മുറിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ. മൂന്നാമത്തേത് തതയ്യുബ്, സുഗന്ധം ഉപയോഗിക്കലാണ്. സ്ത്രീകൾക്ക് അല്ലെങ്കിലും പുറത്തു പോകുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പുരുഷന്മാർക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധം പുരുഷന്മാർക്ക് ഉപയോഗിക്കാം എപ്പോഴാണ്, ഇഹ്റാമിന് തൊട്ട് മുമ്പ് കുളിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ശരീരത്തിൽ മാത്രം ഉപയോഗിക്കാം, വസ്ത്രത്തിലാകാൻ പാടില്ല. നാലാമത്തേത് ലബ്സുൽ മഖീത്ത് അലാ ഉദ്വിൻ മുഅയ്യനിൻ ഇദാ കാന റജുല, പുരുഷനാണ് എങ്കിൽ മഖീത്തായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. തുന്നിയ വസ്ത്രം എന്ന് പറയും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു മസലയാണ്. തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയാൻ ചില ആളുകൾ ഇപ്പോ ഈ വസ്ത്രത്തിന്റെ ഇവിടെ കഫ് ഇങ്ങനെ തുന്നിയിട്ടുണ്ട്, അതാണോ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മുണ്ടുകൊടുക്കുന്ന ആളുകൾ അതിന്റെ താഴെ കര ഇങ്ങനെ തുന്നിയിട്ടുണ്ടാവും, അതാണോ അർത്ഥം? അതല്ല. തുന്നിയ വസ്ത്രം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്ക് പ്രത്യേകമായി തുന്നിയിരിക്കുന്ന വസ്ത്രം. കൈകളുണ്ട്, അല്ലെങ്കിൽ കാലുകളുണ്ട്, കമീസ് അല്ലെങ്കിൽ പാന്റ്, ഇതുപോലുള്ള വസ്ത്രം, അല്ലെങ്കിൽ ഹുഫ, അത് കാലിന് പ്രത്യേകമായി തുന്നുന്നതായ വസ്ത്രമാണ്. ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ എന്തെങ്കിലും തുന്നലുകൾ വസ്ത്രത്തിൽ ഉണ്ടാവുക എന്നുള്ളതല്ല അർത്ഥം. പിന്നെന്താണ്, പ്രത്യേകമായി ഓരോ അവയവങ്ങൾക്ക് തുന്നപ്പെട്ടതായ വസ്ത്രം പാടില്ല. അഞ്ചാമത്തേത് തഗ്തിയത്തുർ റഅസി വൽ വജ്ഹി ബിമുലാസിഖിൻ ബിന്നിസ്ബതി ലിർജാൽ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തല, മുഖം, അത് ഏതെങ്കിലും ചേർന്ന വസ്തുക്കൾ കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, മറയ്ക്കാൻ പാടില്ല. തൊപ്പി പോലെ, അതല്ലെങ്കിൽ തലപ്പാവ് പോലെ, മാസ്ക് പോലെ, ഇത് ചേർന്ന് നിൽക്കുന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ മറക്കാൻ പാടില്ല. അപ്പൊ കുട ചൂടാൻ വേണമെങ്കിൽ അത് ചേർന്ന് നിൽക്കുന്നതല്ല. കുട ചിലപ്പോൾ ഉണ്ടാവും, നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ തലയിൽ ഘടിപ്പിച്ച് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കുട ഉണ്ടാവും, അതും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്നാൽ തലയിലേക്ക് ഇങ്ങനെ ചേർന്ന് ഒട്ടി നിൽക്കുന്ന ഒന്നുകൊണ്ടും ചെയ്യാൻ പാടില്ല, തല മറയ്ക്കാൻ പാടില്ല. സ്ത്രീകൾ നിഖാബ് ധരിക്കാൻ പാടില്ല. നിഖാബ് എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം മുഖാവരണമാണ്, മുഖത്തിന് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച വസ്ത്രം, അത് പാടില്ല ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ. അതേപോലെ സ്ത്രീകൾ കയ്യുറയും ധരിക്കാൻ പാടില്ല. എന്നാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീക്ക് അവരുടെ മുഖവും മുൻകൈകളും മറയ്ക്കൽ അനുവദനീയമാണ്, സാധ്യമാണ്. എന്തുകൊണ്ട് പാടില്ല? നിഖാബ് കൊണ്ട് പാടില്ല, കയ്യുറ കൊണ്ട് പാടില്ല എന്നാണ് അർത്ഥം. അതല്ലാത്ത വസ്തുക്കൾ കൊണ്ട് അവരുടെ മുഖം മറയ്ക്കാം എന്നതാണ് ശരിയായ അഭിപ്രായം. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മറച്ചിട്ടുണ്ട്. തവാഫിന്റെ വേളയിൽ അന്യപുരുഷന്മാർ മുന്നിലൂടെ വന്നാൽ മറക്കുമായിരുന്നു, തലയിലിട്ട വസ്ത്രം കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു, മുഖം മറയ്ക്കുമായിരുന്നു. അസ്മാ റളിയല്ലാഹു അൻഹയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ചില ആളുകളുടെ വിചാരം മുഖം പിന്നെ തുറന്നിടാമെന്നാണ്. അന്യപുരുഷന്മാർ വന്നാൽ മറക്കണം എന്നത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് മറയ്ക്കാൻ പാടില്ല? മുഖാവരണം കൊണ്ട് മറയ്ക്കാൻ പാടില്ല, മുഖത്തിന്റെ പ്രത്യേക വസ്ത്രം കൊണ്ട് ധരിക്കാം. ഏതുപോലെ പുരുഷന്മാർ ഷർട്ട്, കമീസ് പോലുള്ളത് കൊണ്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ധരിക്കാൻ വേണ്ടത്? അപ്പൊ നബി ധരിക്കാൻ പാടില്ലാത്തവകളാണ് പറഞ്ഞു കൊടുത്തത്. കമീസ് ധരിക്കാൻ പാടില്ല, തലപ്പാവ് പാടില്ല, ഹുഫ പാടില്ല, അതുപോലെ സ്ത്രീകൾ നിക്കാബ് പാടില്ല. എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ വസ്ത്രം ധരിക്കാൻ നടക്കണമെന്നാണോ? അല്ല. പിന്നെന്താണ്? തുന്നാത്ത കമീസല്ലാത്ത വസ്ത്രം ധരിക്കാൻ മൂടാം. അതുപോലെ നിക്കാബല്ലാത്തത് കൊണ്ട് മുഖം മറയ്ക്കാമെന്ന് തന്നെയാണ്. അന്യപുരുഷന്മാരുണ്ടെങ്കിലും അന്യപുരുഷന്മാരില്ലാത്ത സമയമാണെങ്കിൽ തുറന്നിടുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതല്ല, അന്യപുരുഷന്മാർ വരുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? വേറെ വസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ മുഖം മറയ്ക്കുന്നതിന് അല്ലെങ്കിൽ മുൻകൈ മറയ്ക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, മറയ്ക്കേണ്ടതാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. അതുപോലെ ഖത്ലു സൈദിൽ ബർ, കരയിലുള്ളതായ മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല. അതുപോലെ അഖ്ദു നിക്കാഹി ലഹു ഔ ലിഗൈരി, നിക്കാഹ് സ്വയം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വേറൊരാൾക്ക് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പാടില്ല, വിവാഹാലോചനകൾ നടത്താൻ പാടില്ല. ഇതെല്ലാം ഇഹ്റാമിൽ നിഷിദ്ധമാണ്. എട്ടാമത്തേത് ഖത്ഉ ഷജരിൽ ഹറാം, ഹറമിലുള്ളതായ വൃക്ഷങ്ങളെ മുറിക്കുക. വഖത്ഉ നബാതിഹിർ റുതബ്, അവിടെയുള്ള പച്ചയായ ചെടികൾ പിഴുതെടുക്കുക. വഹദ ആമുൻ ലിൽ മുഹരിമി വഗൈരി, ഇത് എന്താണ്? ഹറമിലുള്ള ഈ വൃക്ഷങ്ങൾ വെട്ടലും മറ്റും ഇഹ്റാമിൽ പ്രവേശിച്ചവനും നിഷിദ്ധമാണ്, മുഹരിമല്ലാത്ത ആളുകൾക്കും പാടില്ലാത്ത കാര്യമാണ്.
ഒമ്പതാമത്തേത് അൽ മുബാശറത്തു ഫീമാ ദൂനൽ ഫർജ്, സ്ത്രീകളുമായിട്ടുള്ള സംസർഗം, ഭാര്യയുമായിട്ടുള്ള സംസർഗം പാടില്ല ലൈംഗിക ബന്ധത്തിന് കൂടാതെ. ചുംബനം പോലെ, വൽ ഖുബ്ല ചുംബനം പോലെ, വല്ലംസ് വന്നദുർ ബിശഹ്വ നല്ല വികാരത്തോടെ നോക്കുക അല്ലെങ്കിൽ സ്പർശിക്കുക, ഇതൊന്നും പാടില്ല, നിഷിദ്ധമാണ്. ഇഹ്റാമിലേക്ക് പ്രവേശിച്ചാൽ സ്ത്രീകളുമായി എന്ത് ചെയ്യാൻ പാടില്ല, അവരെ ചുംബിക്കുക എന്നുള്ളതോ അതല്ലെങ്കിൽ വികാരത്തോടെ സ്പർശനമോ നോട്ടമോ ഒന്നും പാടില്ല, നിഷിദ്ധമാണ്. പത്താമത്തെ അൽ ജിമാ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അത് അതിനേക്കാൾ വലിയ കഠിനമായ കഫാറത്തുള്ളതായ പാപമാണ്. വഹു യുഫ്സിദുൽ ഹജ്ജ്, ജിമാ ആണ് ചെയ്തത് എങ്കിൽ ഹജ്ജിനെ തന്നെ ബാത്തുലാക്കി കളയും. ഇദാ കാന ഖബ്ല തഹല്ലുലിൽ അവൽ, രണ്ട് തഹല്ലുലുണ്ട്, ഹജ്ജിൽ നിന്ന് വിരമിക്കലുണ്ട്. അതിൽ ഒന്നാമത്തെ തഹല്ലുലിന് മുമ്പ് ഒരാൾ ഭാര്യയുമായി എന്ത് ചെയ്താൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ ഹജ്ജ് തന്നെ എന്തായി, ബാത്തുലായി പോയി എന്നുള്ളതാണ്. ഇങ്ങനെ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ എന്താണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. സമയല്ലേ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.